ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കോഫി ലവേഴ്സിനൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു മിൽക്ക് ഫ്രോതർ ആൻഡ് വിസ്ക്. അഗാരോ എന്ന ബ്രാൻഡിന്റെ ആണ് കേട്ടോ സംഭവം. എന്ത് സംഭവവും മേടിച്ചു കഴിഞ്ഞ ഉടനടി നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ നമ്മളൊരു ഓൾമോസ്റ്റ് 3 months ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. മിൽക്ക് ഫ്രോതർ ആൻഡ് വിസ്ക് രണ്ടും അടിപൊളിയാണ്. ഞാൻ 3 മാസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. 3 types ഓഫ് സ്പീഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതില് ഫസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രമാത്രം ഒരു സ്പീഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് നമുക്ക് അങ്ങനെ യൂസ്ഫുൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് യൂസ്ഫുൾ ആവുന്ന സാഹചര്യത്തിലുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് നമുക്ക് സെറ്റായിട്ട് തോന്നിയത്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ കാരണം അത്രയും സ്ലോ ആണത്. സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് അടിപൊളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് നമുക്ക് നല്ല സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വർക്കാവണ പോലെ എനിക്ക് തോന്നി. ഞാൻ തേർഡിൽ ഇട്ടിട്ടാണ് കോഫിയൊക്കെ ബീറ്റ് ചെയ്ത് അടിച്ചൊക്കെ എടുത്തത്. അതുപോലെ ഇതിന്റെ വിസ്കും സൂപ്പറാണ് കേട്ടോ. നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് നോക്കി. ഓംലേറ്റ് അടിക്കാനായാലും എഗ്ഗ് ജസ്റ്റ് ബീറ്റ് ചെയ്യാനായാലും ഒക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഇതിന്റെ കൂടെ നമുക്കൊരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. ഞാനൊരു കോൾഡ് കോഫിയാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഇത് കിട്ടിയിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്തത് കോൾഡ് കോഫിയാണ്. നമുക്ക് ഹോട്ടും ട്രൈ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ പാലെടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. ഫ്രീസറിൽ വെച്ചില്ല, താഴെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. ഞാനിവിടെ ഷുഗറിന് പകരം ഹണിയാണ് എടുത്തത്. അത് നമ്മുടെ പ്രിഫറൻസ് പോലെ മാറ്റിയെടുക്കാം. ഞാൻ ഹണി എടുത്തു. ഷുഗർ ആയാലും നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം ആദ്യം കോഫി പൗഡർ ഇട്ടു. പിന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് അതിന്റെ അളവിനുള്ള ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒരല്പം ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഷുഗറൊക്കെ നമുക്ക് നന്നായിട്ട് അലിയുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പതഞ്ഞു വരും. അതിനുശേഷം ഞാൻ മിൽക്കും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒഴിക്കുമ്പോൾ തന്നെ കാണാം അതിന്റെ ഡിഫറൻസ് എന്താന്നുള്ളത്. കോഫി മിക്സിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ എത്രമാത്രം ഫ്ലർത്തി ആയിട്ടാണ് ഇരിക്കണേ. നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കണേ. അത്രയും ബീറ്റ് ചെയ്ത് അത്രയും ഇതാവണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ ഞാൻ കുടിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല പതഞ്ഞ് പൊന്തി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ 3 മാസം ഇത് യൂസ് ചെയ്ത് നോക്കിയതിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റാണ്. കോൾഡ് ആൻഡ് ഹോട്ട് കോഫി, മിൽക്ക് ബീറ്റിംഗ്, എഗ് ബീറ്റിംഗ് ഒക്കെ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഓൾറെഡി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യാം. അല്ല ഈ പ്രൊഡക്റ്റ് വേണ്ടവരാണെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.